കോഴിക്കോട് ചോറോട് 9 വയസ്സുകാരിയെയും മുത്തശ്ശിയെയും ഇടിച്ചിട്ട് കടന്ന കാർ പോലീസ് കസ്റ്റഡിയിൽ. പുറമേരി സ്വദേശി ഷജീലിന്റേതാണ് കാർ. പ്രതി വിദേശത്താണ്. 2024 ഫെബ്രുവരിയിൽ ഉണ്ടായ അപകടത്തിൽപ്പെട്ട 9 വയസ്സുകാരി ദൃശാന കോമയിൽ തുടരുകയാണ്. മാധ്യമങ്ങളോട് നന്ദിയുണ്ടെന്ന് ദൃശാനയുടെ അമ്മ പറഞ്ഞു. മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. മീഡിയ വൺ ഇമ്പാക്ട്. പഴയ മോളെ എനിക്ക് തിരിച്ച് കിട്ടണമല്ലോ, പ്രാർത്ഥനയുള്ളൂ. കളിക്കുകയും ഡാൻസെല്ലാം കളിക്കുകയെല്ലാം ഉള്ളതുകൊണ്ട് നല്ല മോളായി. ദൃശാനയുടെ അമ്മയുടെ കണ്ണീരിന് കാരണമായ അപകടമുണ്ടാക്കിയ കാറാണിത്. 2024 ഫെബ്രുവരി 17 അപകടം വരുത്തി നിർത്താതെ പോയ കാർ കണ്ടെത്താൻ പോലീസ് പരിശോധിച്ചത് 50,000-ഓളം ഫോൺ കോളുകൾ, 19,000-ഓളം കാറുകൾ, കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള വർക്ക്ഷോപ്പുകൾ. കാർ മതിലിൽ ഇടിച്ചെന്ന് കാണിച്ച് പ്രതി ഷജീൽ ഇൻഷുറൻസിന് ശ്രമിച്ചത് കാർ കണ്ടെത്തുന്നതിൽ നിർണായകമായി. ഒരു മതിലിന് ഇടിച്ച് അപകടം പറ്റി എന്ന രീതിയിലേക്ക് ഒരു ക്ലെയിം ഒരു മാരുതി സ്വിഫ്റ്റ് കാർ എടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അതിനെ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ തുടർന്നാണ് ഈ ഒരു അപകടം നടന്ന സ്വാഭാവികമായിട്ടും വണ്ടിക്കുണ്ടാവുന്ന ഡാമേജ്, അത്തരത്തിലുള്ള വണ്ടിയുടെ പാർട്സുകളെല്ലാം തന്നെ മാറ്റിയതായിട്ട് പോലീസ് മനസ്സിലാക്കുകയും അത് തുടർന്ന് സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് തത്തുല്യമായിട്ടുള്ള ഒരു മാറ്റമാണ് വണ്ടിക്ക് പിന്നീട് ആൾട്ടറേഷൻ അല്ലെങ്കിൽ വണ്ടിയുടെ പാർട്സ് മാറ്റി വെച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും. കാർ ഓടിച്ചിരുന്ന പുറമേരി സ്വദേശി ഷജീൽ UAE-യിലാണ്. പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും റൂറൽ SP വ്യക്തമാക്കി. അപകടത്തിൽ ദൃശാനയുടെ മുത്തശ്ശി ബേബി തൽക്ഷണം മരിച്ചിരുന്നു. കിട്ടിയതിൽ സന്തോഷം എന്ന് പറയാൻ സന്തോഷം തന്നെയാണ്, മനസ്സമാധാനം. ഇത്രയും 11 മാസമായിട്ട് ഈ ചാനലിൽ കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ കാറ് കിട്ടിയത്. ഒരിക്കലും നമ്മളെപ്പോഴത്തെ സാധാരണ കാറ് ഇങ്ങനെ തട്ടി തെറിപ്പിച്ച് പോകുമെന്നല്ലാണ്ട് അറിയൂല, ഒരു ജനങ്ങൾ അറിയൂല. കണ്ണൂർ പാനൂർ സ്വദേശിയായ ദൃശാന 9 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമ സ്റ്റേജിൽ ചികിത്സയിലാണ്. മീഡിയ വൺ കോഴിക്കോട്.